റിയാദിലിപ്പോൾ നല്ല തണുപ്പാണ്. വെള്ളിയാഴ്ച വാരാന്ത്യ അവധി. രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നേരെ ഹരീക്കിലേക്ക് വെച്ച് പിടിച്ചു. മരുഭൂമിയിൽ തണുപ്പ് ആരംഭിച്ചാൽ വിവിധ ഫെസ്റ്റിവലുകൾ ആരംഭിക്കും. ആ രീതിയിൽ ഹരീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ജനുവരി 1 മുതൽ 10 വരെ ഉള്ളൊരു ഫെസ്റ്റിവലായിരുന്നു ഓറഞ്ച് ഫെസ്റ്റിവൽ. ഇതെല്ലാ വർഷവും നടക്കാറുണ്ട്. റിയാദിലുള്ള ഒട്ടുമിക്ക മലയാളികളും ഓറഞ്ച് തോട്ടം കാണാനും ഈ ഫെസ്റ്റിവൽ ആസ്വദിക്കാനും ഒക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. റിയാദിൽ നിന്നൊരു 193 കിലോമീറ്റർ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം എന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് ഹരീക്ക്. പനയാണ് മേഖലയിലെ പ്രധാന കൃഷി. പനനാര് കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ ഉൽപ്പാദനം. കൂടാതെ അവിടെ 350ഓളം വിവിധ തോട്ടങ്ങളിലായിട്ട് 100,000-ത്തിനടുത്ത് ഓറഞ്ച് മരങ്ങളുണ്ട്. അതിൽ ആയിട്ട് ഒരു 5000 ടണ്ണ് ഓറഞ്ച് പഴങ്ങൾ പ്രതിവർഷം ഈ നാട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് വെപ്പ്. 2004 കണക്കെടുപ്പ് പ്രകാരം, സെൻസസ് പ്രകാരം 7000-ന് മുകളിൽ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ചുറ്റും വലിയ മലകളാണ്. ആ മലകൾക്ക് നടുവിൽ ഒരു വാദി പോലെയുള്ള സ്ഥലമാണ്. മരുഭൂമിയിൽ കൃഷിക്ക് അനുയോജ്യമായൊരു ഭൂപ്രകൃതിയാണ് ഹരീക്ക്. ഈ ഫെസ്റ്റിവലിൽ അബൂസുറി, വലൻസിയ, സമ്മർ ബുർത്തുക്കാൽ, സുക്കരി ബുർത്തുക്കാൽ, ഷമൂത്തി തുടങ്ങിയ ഓറഞ്ച് ഇനങ്ങളൊക്കെ പ്രദർശിക്കപ്പെടുന്നു. കൂടാതെ ഡാലിയ നാരങ്ങ, പൊമോല നാരങ്ങ, ഡാൻഗറിന നാരങ്ങ, ലിമോക്യാറ്റ്, മാൻഡറിൻ ഓറഞ്ച്, ക്ലമൻറ്റൈൻ ഓറഞ്ച് തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളും കാണാം. പ്രദർശന നഗരിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ള സൗദിയുടെ ട്രഡീഷണലായിട്ടുള്ള ഫുഡ്, അതേപോലെ അറബ് നാടുകളുടെ ഇപ്പോൾ ഒമാൻ ഹലുവ പോലെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വിൽക്കുന്ന സംഗതികളും അവിടെ കാണാം. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രം, അതിൻ്റെ പ്രദർശനവും വിൽപ്പനയും മാത്രമല്ല നടക്കുന്നത്. ഒട്ടകങ്ങളെ പ്രദർശിപ്പിക്കാറുണ്ട്. ആട്, ഒട്ടകം തുടങ്ങിയതിനെയൊക്കെ പ്രദർശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പുരാവസ്തുവിൻ്റെ പ്രദർശനം ഉണ്ടാവലുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള പെയിൻറ്റിങ്, അങ്ങനെയൊക്കെ പോലെയുള്ള വിവിധ മത്സരങ്ങളും ഇവിടെ അരങ്ങേറാറുണ്ട്. ഈ മത്സരം കാണാൻ ഈ GCCയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തദ്ദേശീയരും വിദേശികളുമായിട്ടുള്ള ഒട്ടേറെ ആളുകൾ എത്താറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നാടാണ് യഥാർത്ഥത്തിൽ ഹരീക്ക്. ചുറ്റും പച്ചപ്പൊക്കെ ഉള്ള ഒരു നാട് എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമാണല്ലോ. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു വാദിയിലൂടെയാണ്, ഒരു വാദിയാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ചുറ്റിലുള്ള മലകളിൽ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വിവിധ ഫോർമേഷനിലുള്ള വലിയ കല്ലുകൾ, കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച് വിവിധ രൂപങ്ങൾ കൈവന്ന കല്ലുകൾ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് തോട്ടത്തിലെത്തി. ഓറഞ്ച് തോട്ടം ബോഗൺവില്ല പൂക്കളും ഓറഞ്ചും വിവിധ തരത്തിലുള്ള മരങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക, മനോഹരമായൊരു കാഴ്ചയാണ്. അതിൻ്റെ ഉള്ളിൽ അവർ ഫ്രീ ആയിട്ടാണ് നമുക്ക് എൻട്രി തരുന്നത്. വളരെ ഹൃദ്യമായി നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ സമയത്ത്. അവിടെ നമുക്കിരുന്ന് സംസാരിക്കാനും അതിനൊക്കെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മരത്തിലുള്ള ഓറഞ്ചൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയത് ഏറ്റവും ലാസ്റ്റിലാണ്. അപ്പോൾ ഓറഞ്ചുകളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അത്തി, അതേപോലെ തന്നെ ആപ്പിള്, ഓറഞ്ച്, ബനാന, പപ്പായ, പേരയ്ക്ക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനേകം പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നൊരു തോട്ടമാണ് ഇത്. ഈ തോട്ടത്തിൻ്റെ ഓണർ മരിച്ചുപോയ ഒരാളുടെ പേരിലാണ് ഈ തോട്ടം. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇന്നത്. അത് ഈ കാണുന്നത് ഒരു ടെൻറ്റാണ്. അറബിയിൽ കൈമ എന്ന് പറയും. ആ താഴെ കാണുന്ന ആ ഒരു തളിക ഉണ്ടല്ലേ, അത് തീയിടാനുള്ളതാണ്. അതിൽ വലിയ മരമുട്ടികൾ കത്തിച്ച് തണുപ്പത്ത് അവിടെ തീയൊക്കെ ഇട്ടിട്ട് ഇതിൽ മജ്ലിസാക്കിയിട്ട് സൊറയും വെടിയൊക്കെ പറഞ്ഞിരിക്കാനുള്ളൊരു സ്ഥലം. ഇത് ഇവിടെ മാത്രമുള്ളതല്ല കേട്ടോ. അറബ് നാടുകളിലൊക്കെ ഇത്തരം സംഗതികളുണ്ട്. മരുഭൂമിയിൽ ഇങ്ങനെ ടെൻ്റ് അടിച്ചിട്ട് വൈകിട്ട് കുടുംബം, കുട്ടികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഗാവയും കുടിച്ച് ചെറിയ ബാർബിക്യൂ ഒക്കെ ചെയ്ത് ആളുകൾ ഒത്തുകൂടുന്ന സംഭവങ്ങളുണ്ട്. റിയാദിലൊക്കെ ഇത്തരം ടെൻറ്റുകൾ വാടകയ്ക്ക് ലഭിക്കും കേട്ടോ. അതൊരു രസമുള്ള ഒരനുഭവമാണ്. ഞാൻ നേരത്തെ ഇത്തരം ടെൻറ്റുകളിൽ ഇതേപോലെയുള്ള ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
ഇതിൽ എല്ലായിടത്തും കണ്ടില്ലേ വളരെ മനോഹരമായിട്ട് ഇവരിത് പരിപാലിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ചുപോയ ഒരു സൗദിയുടെ പേരിലാണ്, ആ പേര് ഞാൻ മറന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്നും ഇത് കാര്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. അവിടെ വരുന്ന ഈ സന്ദർശകർക്ക് ഉപയോഗിക്കാൻ, ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ ആയിട്ട് വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് മാത്രമല്ല, ചെറുനാരങ്ങ, നമ്മുടെ നാട്ടിൽ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയുന്ന നാരങ്ങകൾ, അതേപോലെ ആപ്പിളിൻ്റെ മരം വരെ ഇതിനകത്തുണ്ട്. അത്തി ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇതിലുള്ള ഈത്തപ്പനയിൽ ഈ ക്രാഫ്റ്റിംഗ് പോലെയുള്ള സംഗതികൾ, അതായത് എനിക്ക് ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്, ഈ പനയുടെ നടുക്ക് മണ്ണ് കെട്ടി വെച്ചിട്ട് വേര് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെന്തോ പേര് പറയും നമ്മളെ നാട്ടിലൊക്കെ. അത്തരം സംഗതികളൊക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശത്തിലല്ലല്ലോ പോയത്. പിന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ബോഗൺവില്ല മാത്രമല്ല, റോസ് ഉണ്ട്, പിന്നെ വിവിധ തരത്തിലുള്ള പല പൂക്കളുണ്ട്. എല്ലാം പാടെ എന്താ പറയുന്നത്, കണ്ണിന് വലിയ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസ് എടുത്ത് ചെല്ലുമ്പോഴാണ് ഇത് കാണുന്നത്. ഇതൊരു തക്കാളി കൃഷിയാണ്. നമ്മൾ അക്വാപോണിക് എന്നോ ഹൈഡ്രോപോണിക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു തക്കാളി കൃഷിയാണ്. ഇതിനെക്കുറിച്ച് ഈ കൃഷി രീതിയെ പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷേ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. ഈ വീഡിയോയിൽ ശരിക്കും കാണാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിലൊക്കെ നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി. മറ്റേ നമ്മുടെ സലാഡിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തക്കാളി, നമ്മുടെ സാധാ തക്കാളിയൊക്കെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷേ ഒക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, പാകമായതല്ല അതിനകത്തുള്ളത് എന്നുള്ളതാണ്. ഈ മരത്തിലൊരു ഓറഞ്ച് കിട്ടുമെന്നറിയാനാണ് നമ്മളുടെ കഠിനമായ ശ്രമം. പക്ഷേ ഇവിടെ നേരത്തെ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിട്ട് ഓറഞ്ചൊക്കെ പൊഴിഞ്ഞു പോയി എന്നൊക്കെയുള്ള വാർത്ത ഞങ്ങൾ പോകുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ വരണ്ട് കിടക്കുന്ന മരുഭൂമിയിൽ നിന്ന് ഇത്ര ചെറിയ ദൂരം പോയിട്ട് ഇത്ര മനോഹരമായ ഒരു അനുഭവം ഒരു കാശ് ചിലവും ഇല്ലാതെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കാണാലോ എന്ന് വിചാരിച്ചാണ് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ വെച്ച് പിടിച്ചത്. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 10-10:30 ആകുമ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റിയാദിൽ നിന്ന് തുടങ്ങിയത്. നമ്മുടെ നാട്ടിലുള്ള പപ്പായ, വാഴ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വെള്ളം പിന്നെ കിണറിൽ നിന്ന് ലഭിക്കുന്ന തോന്നുന്നത്, കാരണം അവിടെയുള്ള ജലസേചനത്തിലൊക്കെ ആ സൈഡിലൂടെ തോടിലൂടെയൊക്കെ ഒരുപാട് വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് നനക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പനയും കാര്യമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ അനാറാട്ടോ, അതായത് നമ്മളുടെ ഉറുമാമ്പഴം എന്ന് പറയും, ചിലവർ അനാറ് എന്ന് പറയും, ചിലർ മാതള നാരങ്ങ എന്ന് പറയും. ആ മരമാണ് നേരത്തെ കണ്ടുപോയ ആ സംഗതികൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ ഞങ്ങളുടേതായിട്ടുള്ള ഫോട്ടോസും സെൽഫികളൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. എനിക്കറിയാം അവിടെ മാനും മയിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ആ ഏരിയയിലേക്ക് ഞങ്ങൾ നടന്ന് ചെന്നു. പക്ഷെ അവിടെ പ്രാവശ്യം മാനിനെയും മയിലിനെയൊന്നും കണ്ടില്ല. അവിടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ വരുന്ന ആളുകൾക്ക് കുടിക്കാൻ കുടിവെള്ളം വെച്ചതാട്ടോ. മൺകലത്തിലെ വെള്ളം ഒരു വല്ലാത്ത അനുഭവമാണല്ലോ. അപ്പോൾ നമ്മളെ കൂടെ ഉള്ള ഒരുത്തൻ അതൊന്ന് ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ കാടക്കോഴി, പ്രാവ്, നമ്മളെ ഇന്ത്യൻ കോഴിയൊക്കെ വളർത്തുന്ന ഈ കമ്പിയിട്ട ഈ കൂടിനരികിലൂടെയൊക്കെ നടന്നു. ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ദുർഗന്ധം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഈ കിളികളുടെ വേസ്റ്റിൻ്റെ ദുർഗന്ധമാണ്. പക്ഷേ കാഴ്ച ഇതൊന്നും ഇപ്പോൾ നമുക്ക് ഇവിടെ സൗദിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ഇതൊക്കെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഒരു കോഴിയോ 2 കോഴിയൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഇതൊക്കെ കണ്ട് നടന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണത്തിന് വിളിച്ചു. അപ്പോൾ പോയി നോക്കുമ്പോൾ അവിടെ നല്ല ഒട്ടകത്തിൻ്റെ മന്തി, അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നല്ല ഒതൻറ്റിക്കായിട്ടുള്ള മന്തി അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഭക്ഷണത്തിന് ഫോട്ടോ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ മോശമല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു അത് മോശമാണെന്നുള്ളത്. അത് ഭക്ഷണം കണ്ട ആക്രാന്തത്തിൽ എടുക്കാൻ മറന്നു പോയതല്ല കേട്ടോ. ഈ കാണുന്നത് അത്തിച്ചെടിയാണ്, നമ്മളുടെ ഫിഗ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മറ്റൊരു തോട്ടത്തിലേക്ക് പോയി. ആ തോട്ടത്തിൽ ഇതേപോലെ ഈ ഓറഞ്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര മനോഹരമൊന്നും അല്ലായിരുന്നു കാണാൻ, പച്ചപ്പും കാര്യമൊക്കെ. അവിടെ ചായയും പിന്നെ അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കുറേ ഓറഞ്ച് തന്നു അവിടുത്തെ സൗദി. അവിടെ ഇങ്ങനെ അറബിക് ഗഹ്വ എന്ന് പറയുന്ന അറബികളുടെ ദേശീയ പാനീയം എന്ന് പറയാവുന്ന അറബിക് കോഫി
ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഈ പിന്നെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അവിടെ ഫെസ്റ്റിവലിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഒരു ഓറഞ്ച് ആ മരത്തിലുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗണപതി നാരങ്ങ എന്ന് ചില ആളുകളും വടുവപ്പുളി എന്നൊക്കെ ചില ആളുകൾ പറയുന്ന ഒരു നാരങ്ങയാണ്. ഇതാണ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സ്ഥലം, അതിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള സ്ഥലം കേട്ടോ അത്. കഴിഞ്ഞ് ഞങ്ങൾ മരുഭൂമിയിൽ പണ്ട് ആളുകൾ താമസിച്ചിരുന്നൊരു വീട് കാണാൻ പോയി. ആ വീടാണ് നിങ്ങൾ കാണുന്നത്. മരുഭൂമിയിൽ നിന്ന് കിട്ടുന്ന മരത്തടികൾ ഒക്കെ വെച്ചിട്ട് റൂഫൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഇവരുടെ വീടിൻ്റെ നിർമ്മാണ രീതിയൊക്കെ. ഇത് ഒഴിവാക്കി അവർ ഉപേക്ഷിച്ച് പോയ വീടാണ്. മണ്ണ് കുഴച്ച് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചുമരും കാര്യവും ഒക്കെയാണ്. അത് ഒരുപാടുണ്ട് കേട്ടോ ഈ പോകുന്ന വഴിയിൽ. ഇങ്ങനെയുള്ള ഈ ഭാഗം സാധാരണ ഇവിടുത്തെ കിണറിനാണ്, മരുഭൂമിയിലെ കിണറിനാണ് ഇങ്ങനെ കാണൽ. അപ്പം ഞാൻ കിണറുണ്ടെന്ന് കരുതി അവിടെ പോയി നോക്കി കണ്ടില്ല. ഈ വീടിൻ്റെ വാതിലാട്ടോ, അതൊക്കെ ചെതൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. മരത്തടികൾ വെച്ച് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വലിയ തടികളുടെ മേലെ ചെറിയ കമ്പൊക്കെ വെച്ച് മണ്ണ് നിറച്ചിട്ടാണ് ഇവരുടെ വീടിൻ്റെ നിർമ്മാണ രീതി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു റൂമാണ്. ഇതിലൊക്കെ കിളികളൊക്കെ മുട്ടയിട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിരുന്നു. നമ്മൾ അവരൊന്നും ശല്യം ചെയ്യാൻ പോയില്ല കേട്ടോ. കാരണം നമ്മൾ മറ്റൊരാൾക്ക് ശല്യമാവുന്നത് ശരിയല്ലല്ലോ. അത് അവരുടെ സുഖജീവിതമല്ലേ എന്ന് കരുതി അങ്ങോട്ടൊന്നും പോയില്ല. അതിൻ്റെ ഇടയിൽ വല്ല പാമ്പും ഉണ്ടോ എന്ന് അന്വേഷിക്കാനും ഞങ്ങൾ പോയില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് മോൾക്ക് കയറാനൊരു വഴി. ഇതാണ് പണ്ടത്തെ കോണിയുടെ സിസ്റ്റം, രണ്ടാമത്തെ നിലയിലേക്ക് കയറി പോകാനുള്ള സിസ്റ്റം. കണ്ടോ ഇതിൻ്റെ റൂഫൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് മഴ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് തന്നെ മണ്ണാണെങ്കിലും അത് ചോരുമൊന്നുമില്ല എന്നാണ് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. തിരിച്ചു പോരുമ്പോൾ നമ്മളിങ്ങോട്ട് പോരുമ്പോൾ തന്നെ നോട്ട് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു വലിയ ഇറക്കം. അത് നല്ലൊരു അനുഭവമാണ് ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ, വലിയ ഇറക്കവും കയറ്റമൊക്കെ. ഇങ്ങോട്ട് പോരുമ്പോൾ വീഡിയോ ചെയ്യാനൊന്നുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ അത് എടുത്തില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ അത് കുറച്ചൊന്ന് എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അത് വണ്ടിയുടെ ഉള്ളിലിരുന്ന് എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് അത്യാവശ്യം വണ്ടിയുടെ ഗ്ലാസ്സുമ്മലൊക്കെ അഴുക്കുണ്ടായതുകൊണ്ട് അതൊക്കെ നമ്മളെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊരു വെറുതെ ഒരു രസമായിട്ട് എടുത്തതല്ലേ, അങ്ങനെ കണ്ടാൽ മതി. ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് 8 ആളുകളാണ് പോയത്. അതിൽ ഞങ്ങളെ വണ്ടിയിലുണ്ടായിരുന്ന 4 ആളുകളാണ്. അപ്പം ഞങ്ങൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഈ യാത്ര എങ്ങനെയാണ് അനുഭവിച്ചത് എന്ന് ഇങ്ങനെ പങ്കുവെച്ചു. വണ്ടിയിലിരുന്ന് ചുമ്മാ രസമായിട്ട് ഇങ്ങനെ സെൽഫ് ക്യാമറയിൽ ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഒരു ചർച്ചയും കൂടി. നിങ്ങൾക്ക് ബോറടിക്കില്ലെങ്കിൽ കാണാം, ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. കാരണം ഞങ്ങൾ തള്ളിക്കയറ്റി കൊണ്ടുവരുന്ന സാധനമാണേ, അതുകൊണ്ടാണ്. നമ്മളെ തള്ള് നമുക്കിഷ്ടമാണെങ്കിലും നാട്ടുകാർക്ക് അത് ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി ആ തള്ളു കഥകളിലേക്ക് പ്രവേശിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഓറഞ്ച് തോട്ടത്തേക്ക് പോയല്ലോ, അരീക്കക്ക്. എന്താണ് ഈ യാത്രയിൽ നിങ്ങൾ അനുഭവിച്ച ഒരു സുഖം ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞേ. ആദ്യം ആശിക്ക് പറഞ്ഞ. ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയതും ഞാൻ അനുഭവിച്ചതുമായൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തോട്ടത്തിൽ ഉടമകളുടെയും അവിടുത്തെ പണിക്കാരുടെയും ആതിഥേയത്വം തന്നെയാണ്. അതായത് അവരുടെ ആ സ്വീകരണ മനോഭാവവും അവർ നമുക്ക് വേണ്ടി ഒരുക്കിയ ഭക്ഷണവും ഒക്കെ എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. അത് ഈ അറബികൾക്കിടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആതിഥേയത്വ മര്യാദയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആ തോട്ടം നമുക്ക് വേണ്ടി തുറന്നിടുകയും അവിടെ ചെല്ലുന്നവരെ സ്വീകരിക്കുന്ന രീതിയും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണവും ഗാവയും ഒക്കെ എടുത്തു പറയേണ്ട ഒരു സ്നേഹം തന്നെയാണെന്നാണ് ഈ യാത്രയുടെ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നുന്നത്. ജാവേദിന് എന്താ തോന്നുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ റിയാദിലാണല്ലോ നമ്മള് നിൽക്കണേ. റിയാദില് പൊതുവെ നമുക്ക് ഈ മണലാണ് മൊത്തത്തില്. അതിൽ നിന്നൊക്കെ വിട്ടിട്ട് നമ്മളെ നാട്ടിലത്തെ ഒരു കാലാവസ്ഥ, നാട്ടിലെ ആ മണ്ണ്, ചളിയൊക്കെ ഇതായി കിടക്കണ മണ്ണ്, ആ പച്ചമണ്ണിന്റെ മണം, ഇതൊക്കെ സത്യത്തില് നമ്മളെ നാട്ടിലേക്ക്, നമ്മളെ ഓർമ്മകളെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുപോയതായിട്ടുള്ളൊരു ഒരു ഗ്രഹാതുരത്വം നിറഞ്ഞ ഒരു ഓർമ്മകളാണ് ഉണ്ടായത് ഒന്ന്. പിന്നെ നമുക്ക് നല്ല അടിപൊളി ഓറഞ്ചൊക്കെ ഇങ്ങനെ കിട്ടി ഒരുപാട്. അത് പിന്നെ ഒന്നിനും യാതൊരു കണക്കും കയ്യില്ലാതെ വാരി കോരി തിന്നോളിന്ന് പറയാന് അറബികളായ ആളുകൾ നമ്മളെ പിന്നാലെ ചുറ്റുവട്ടം ഇങ്ങനെ നടക്കുന്നതൊക്കെ ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. കാരണം നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന അറബികളും മറ്റും അവരെ തിരക്കുകളുടെ ഇടയിൽ
നമ്മളൊന്നും പലപ്പോഴും പല രീതിയിലും പരിഗണിക്കപ്പെടുക പോലും ചെയ്യാത്തടത്തുനിന്ന് വന്നിട്ട് അറബികളൊക്കെ നമ്മളെ വളരെയധികം പരിഗണിക്കുന്നു, നമ്മളോട് അത് കഴിച്ചോളി ഇത് കഴിച്ചോളി എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. സുരേഷ് ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ. നാട്ടിലേക്ക് ചെന്ന ഒരു ഫീലാണ് തോന്നിയത്. ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ കാഴ്ചകള്, പിന്നെ അവർ ആ തോട്ടം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനെടുക്കുന്ന എഫേർട്ട്, പിന്നെ അവിടെ വന്നു പോകുന്ന പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷങ്ങൾ. കുറച്ചെടുത്ത് നീങ്ങിയിരുന്ന് പറയാനൊക്കെ കാണുന്നില്ല. പിന്നെ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷങ്ങള്, നമുക്കുണ്ടായ സന്തോഷം, നാട്ടിലേക്ക് വിളിച്ചു പറയാൻ പറ്റി. വീട്ടിലും ഇത് പറയുമ്പോഴത്തേക്ക് അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാഴ്ചകളൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. നഗരത്തിന്റെ ഒരു തിരക്കിൽ നിന്ന് വന്നുകൊണ്ടൊരു ശാന്തത. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഈ യാത്ര പറയുമ്പോൾ ഇത് വളരെ ചെറിയ യാത്രയാണ്. റിയാദിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള മാത്രം ഒരു യാത്രയാണ്. അപ്പോൾ ഒരു ദിവസം ലീവുള്ള ദിവസം പോകാനും, പിന്നെ നമ്മളിപ്പോൾ വേറെ എവിടെ പുറത്ത് പോവുകയാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഫുഡിനാണ്, അല്ലേ? ഈ യാത്രയിൽ നമുക്ക് ഫുഡ് എന്നുള്ള രീതിയിൽ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കാശ് ചെലവായ സാധനം. പിന്നെ ആ ഒരു പച്ചപ്പ്, എപ്പോഴും പച്ചപ്പ് എന്ന് പറയുന്നത് കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമ വരുന്ന സാധനമാണ്. പിന്നെ നല്ല ബോഗൺവില്ലകൾ വിരിഞ്ഞിരിക്കുന്ന അതിൻ്റെ മതിൽക്കെട്ടുകളും, പിന്നെ നമ്മളെ ഇവരുടെ ഇപ്പോൾ പണ്ടത്തെ സൗദി അറേബ്യയിലെ ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്, ആ വീട് ഉണ്ടാക്കിയ രീതി, ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ പോയി കണ്ട് വേറെ നമുക്ക് കാണാനും പറ്റി. മൊത്തത്തിൽ വളരെ നല്ല ഒരു നവ്യാനുഭവം വരേണ്ട ഒരു സ്ഥലമാണ്. അതെ അതെ, അത് ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് വരാൻ പറ്റുമോ. സൗദിയുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സൗദിയെ കുറിച്ചിട്ടുള്ള നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഭാഗമാണ് ഹരീക്ക് എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, കാണേണ്ട ഒരു സ്ഥലമാണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ നമ്മളെ ഹരീക്കിൽ എത്തുന്നതിന്റെ മുമ്പേ, ആ വലിയ ഇറക്കിറങ്ങുന്നതിന്റെ മുമ്പ്, മറ്റേ ആ ചുരത്തിന്റെ മുമ്പ് ഒരു വ്യൂ പോയിന്റിൽ നിന്നില്ലേ, ഒരു മിനി ഗ്രാൻഡ് കാനിയൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് അല്ല അത്. ആടിക്ക് ഇങ്ങനെ ഇറങ്ങി ഭൂമി പോകണ ഒരു സംഭവമൊക്കെ, അതൊക്കെ ഈ യാത്രയിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഏറെക്കുറെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, സന്തോഷം നൽകുന്ന ഒരു ഇന്നത്തെ എല്ലാ വെള്ളിയാഴ്ചയും പോലെ പുതപ്പിന്റെ ഉള്ളിലും പള്ളിയിലും ഈ തണുപ്പത്ത് പൊതുവെ പുറത്തേക്ക് ഇറങ്ങാൻ മടിയായിരിക്കും. നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നേടിയെടുത്ത്, ഒരുപാട് നല്ല സുന്ദരമായ കാഴ്ചകൾ കണ്ട്, അതെ, മനസ്സ് ഒരുപാട് നിറഞ്ഞ്, അതുപോലെ തന്നെ സൗദികളുടെ ആതിഥ്യം കൊണ്ട് ആതിഥ്യം കൊണ്ട് വയറും മനസ്സും നിറഞ്ഞ ഒരു വെള്ളിയാഴ്ച കൂടിയാണ് യാത്രയായിരുന്നു. അതെ അതെ. ഒരു പ്രായം ചെന്ന ഒരു പദവി, പിന്നെ കാഴ്ചയിലുള്ള ഒരു സൗദി, പിന്നെ അറബിയിൽ നമ്മളെ പിന്നെ സ്വാഗതം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ കൂടി നമ്മളെ സ്വീകരിക്കുന്നു എന്നത് തികച്ചും ഒരു നല്ലൊരു കാഴ്ചയായിട്ട്. അത് മാത്രല്ല, ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുമ്പോ മറ്റേ ഇവിടുത്തെ മതകാര്യ വകുപ്പേ അവിടെ നമ്മളിപ്പോ അവിടുന്ന് മലയാളത്തിലുള്ള ഖുർആനും അല്ലാത്ത ഖുർആനുകളും ഒക്കെ നമുക്ക് ആവശ്യത്തിന് യഥേഷ്ടം നമുക്ക് അവിടുന്ന് എടുത്തു കൊണ്ടുവരാം, ഫ്രീ ആയിട്ട്. അതും ഫ്രീ ആണ്, അല്ലേ? അതായത് ആ മേള നടക്കുന്നിടത്ത് ഓറഞ്ച് സ്വാഭാവികമായിട്ടും വിൽക്കാൻ വെച്ചതാണ്. അതിന് ആ ഫ്രഷ് അല്ലെങ്കിൽ നാടൻ എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് വില കൂടുതലുണ്ട് എങ്കിൽ കൂടിയിട്ടും ഇത്തരം സംഗതികൾ. പിന്നെ ഒരു സൗദി അറേബ്യയുടെ പുതിയ കാല മാർക്കറ്റിന്റെ രൂപം എന്താണെന്ന് കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു മേള നടക്കുന്ന മാർക്കറ്റ്. ഇങ്ങനെ ഒക്കെ നോക്കുമ്പോ നല്ലൊരു അനുഭവമാണ് യാത്രയും. അതെ, അനുഭവങ്ങളെല്ലാം. അങ്ങനെ ഇപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് റിയാദിലേക്ക്. അപ്പൊ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയിപ്പോ അടുത്തൊരു യാത്ര വീണ്ടും തുടരട്ടെ. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ മുമ്പ് കാണുന്ന റോഡ് പോലെ അതെ, നിവർന്നു കിടക്കും.